ഹായ് ഓൾ, കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ട്രിവാൻഡ്രം ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന്. ഈ മാസം സാലറി കിട്ടിയപ്പോൾ എന്തുകൊണ്ട് അവിടെ പോയിക്കൂടാന്ന് വിചാരിച്ചു. ഈ പ്രാവശ്യം അവളുടെ അനിയനും ഞാനും ഒരുമിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മളാദ്യം കുറേ മെനു ഒക്കെ നോക്കി. നിർവ്വാണ കഴിക്കണമെന്ന് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിർവ്വാണയും ഓർഡർ ചെയ്തിട്ട് സ്റ്റാർട്ടേഴ്സായിട്ട് ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സാണ് ഓർഡർ ചെയ്തത്. അതിൽ ചിക്കൻ വിങ്സ് ഒരു 8 പീസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു പുളിയുടെയും ഒരു സ്വീറ്റ്നെസ്സും അതോടൊപ്പം എരിയും കൂടെ ചേർന്ന ഒരു നല്ലൊരു കോമ്പിനേഷനായിരുന്നു. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അവൾ 3-4 പീസ് എനിക്കെടുത്ത് വെച്ച് തന്നു. അതെല്ലാം ഞാൻ വളരെ ആസ്വദിച്ച് തന്നെ കഴിച്ചു. അടുത്ത സ്റ്റാർട്ടറായിട്ട് വേണാട് പാൽക്കൊഞ്ച് എന്ന് പറയുന്ന ഒരു ഐറ്റം ട്രൈ ചെയ്തു. അത് നല്ല ക്രീമി കൊഞ്ചിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഡ്രൈ കൊഞ്ച് ആഡ് ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷനായിരുന്നു. അത് മസ്റ്റ് ട്രൈ ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അതും ഒരു വെറൈറ്റി ഫ്ലേവറായിട്ട് തോന്നി. മാംഗോയുടെ ഒരു മധുരവും എരിയും പുളിയും ചേർന്ന ഒരു ഡ്രിങ്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്പൈസി ടച്ചും ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് തോന്നി. അതിനിടയിൽ തന്നെ നമ്മുടെ മെയിൻ കോഴ്സായിട്ടുള്ള നിർവ്വാണയും നൂൽപ്പൊറോട്ടയും അപ്പവും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നൂൽപ്പൊറോട്ടയും ആ ഒരു നിർവ്വാണയായിരുന്ന ഒരു പീസ് മീനും കുറച്ച് ഗ്രേവിയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത് നൂൽപ്പൊറോട്ടയും അപ്പവും തന്നെയായിരുന്നു. എൻ്റെ വൈഫിന് ഓട്ടോമാറ്റിക്കലി ക്രീമി സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്ര എക്സ്പ്രഷൻ കിട്ടുമ്പോൾ തന്നെ മനസ്സിലായി കാണും അതിൻ്റെ ഒരു ക്വാളിറ്റി. അടുത്തൊരു സിഗ്നേച്ചർ ഐറ്റം ആയിരുന്നു ഇളനീർ ചിക്കൻ. ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവർ അതിലുണ്ടായിരുന്നു. നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു, നല്ല ക്രീമി ആയിരുന്നു. ഇതും അപ്പത്തിൻ്റെയും നൂൽപ്പൊറോട്ടയുടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റ് പോകുന്നവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കുക.